ഒരു രാത്രി സമയം നിശ്ചലമാകുമ്പോൾ, ഒരു രാത്രി സമസ്ത ബ്രഹ്മാണ്ടം ശിവൻ ജപിക്കുമ്പോൾ മഹാശിവരാത്രിയാണ്. ഭഗവാൻ ശിവനും ദേവി പാർവതിയുടെയും ശുഭവിവാഹം സമ്പൂർണമായ ദിവസം. ആരാധകരുടെ എല്ലാ പ്രാർത്ഥനകളും നേരിട്ട് മഹാദേവനിൽ എത്തിച്ചേരുന്നു. ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്കായി ശിവനും ശക്തിയുടെയും ഏകോപനത്തിൻ്റെ രഹസ്യകഥയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. മഹാശിവരാത്രിയുടെ മഹത്വം, അതിൻ്റെ പൗരാണിക കഥ, ഈ ദിവസത്തെ കൂടുതൽ ശുഭമാക്കുന്ന പ്രത്യേക അനുഷ്ഠാനങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയാം. രാജ ഹിമാലയൻ്റെയും റാണി മനേയുടെയും പുത്രി, സ്വയം ആദിശക്തിയുടെ അവതാരമാകുന്നു. തൻ്റെ പിതാവിൽ നിന്ന് ശിവനെക്കുറിച്ച് കേട്ടപ്പോൾ അവരിൽ ശിവനെക്കുറിച്ച് ആഴമേറിയ ഭക്തിയും ശ്രദ്ധയും നിറഞ്ഞു. ചെറുപ്പം മുതലേ അവർ ശിവനെ പതിയായി സ്വീകരിക്കുകയും അവർക്ക് പരമശിവനോടുള്ള പ്രണയം അനുഭവപ്പെടുകയും ചെയ്തു. ദേവി പാർവതി പരമശിവനെ തൻ്റെ ഭർത്താവായി നേടാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നാരദമുനി അവർക്ക് കഠിന തപസ് ചെയ്യാനായി ഉപദേശിച്ചു. പാർവതി ഘോരവനത്തിലേക്ക് പോയി വർഷങ്ങളോളം കഠിന തപസ് നടത്തുകയായിരുന്നു. അവർ ഇലയും വായുവും മാത്രം ഭക്ഷിച്ച് ജീവിച്ചുകൊണ്ടിരുന്നു. അവരുടെ തപസ് അത്ര കഠിനമായിരുന്നു, ദൈവങ്ങൾ പോലും വിസ്മയിച്ചുപോയി. ശിവൻ സദാ ധ്യാനത്തിൽ മാത്രം ഇരിക്കുന്നവനാണ്. പക്ഷേ പാർവതിയുടെ തപസ്സിൻ്റെ അനുഭവസ്ഥനായി അദ്ദേഹം അവരെ ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ശിവൻ ഒരു വൃദ്ധ ബ്രാഹ്മണ രൂപത്തിൽ വന്ന് പാർവതിയുടെ മുമ്പിൽ നിന്നു. അവരുടെ ഘോര തപസ്സിൻ്റെ കാരണം ആയിരുന്നു. പാർവതി പറയുന്നത് അവർ ശിവനെ തൻ്റെ ഭർത്താവായി നേടാനാണ് ഇത് ചെയ്യുന്നതെന്ന്. അപ്പോൾ ബ്രാഹ്മണൻ ശിവനെ അവമാനിക്കാൻ തുടങ്ങുന്നു. അദ്ദേഹം പറയുന്നു, ഒരു അഘോരി ശ്മശാനത്തിലാണ് ജീവിക്കുന്നത്, അവൻ്റെ ശരീരത്തിൽ ചിതയുടെ ഭസ്മം ആണ് പുരണ്ടിരിക്കുന്നത്. എന്നാൽ പാർവതി ഉറച്ചാണ്. അവർ പറഞ്ഞു, ശിവൻ തൻ്റെ ആത്മാവാകുന്നു, അവർക്ക് അദ്ദേഹത്തെ തന്നെ വരനായി കിട്ടണം. അവരുടെ ദൃഢമായ നിഷ്ഠയും ഭക്തിയും കണ്ട ശിവൻ തൻ്റെ ശരിയായ രൂപം കാട്ടി അവരെ അനുഗ്രഹിച്ചു. അവരെ വിവാഹം ചെയ്യാമെന്ന് പറയുകയും ചെയ്യുന്നു. പരമശിവൻ സപ്തഋഷികളെ രാജാ ഹിമാലയത്തിൻ്റെ അടുത്ത് വിവാഹ പ്രസ്താവനയുമായി അയക്കുന്നു. രാജാ ഹിമാലയ തൻ്റെ മകൾ ശിവനുമായി കല്യാണം കഴിക്കുമെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തുഷ്ടനായി. ഈ പ്രസ്താവന അദ്ദേഹം ബഹുമാനപൂർവ്വം സ്വീകരിച്ചു. പരമശിവന്റെ വരയാത്ര അതുല്യമായ ഒന്നായിരുന്നു. വരന്റെ ശരീരത്തിൽ ഭസ്മമേറിയിരിക്കുന്നു, കഴുത്തിൽ നാഗരാജൻ ഇരിക്കുന്നു. അദ്ദേഹം നന്ദിയുടെ പുറത്താണ് സഞ്ചരിച്ചിരുന്നത്. കൂടെ ഭൂതങ്ങൾ, പ്രേതങ്ങൾ, ഗന്ധർവ, നാഗങ്ങൾ, മറ്റ് ഗണങ്ങൾ എന്നിവ. ഈ ദൃശ്യം കണ്ട മാതാ പാർവതിയുടെ അമ്മയ്ക്ക് അതീവ ഭയമുണ്ടായി. അവർ ഈ വിവാഹത്തെ എതിർത്തു. അപ്പോൾ ഭഗവാൻ വിഷ്ണുവും മറ്റ് ദേവന്മാരും മനോദേവിക്ക് മനസ്സിലാക്കി കൊടുത്തു, ശിവൻ സാക്ഷാൽ പരമേശ്വരനാണ്. പാർവതിയുടെയും അദ്ദേഹത്തിൻ്റെയും വിവാഹത്താൽ മകൾ പരമസുഖം പ്രാപിക്കും. ഈ വാക്ക് കേട്ടപ്പോൾ മനോദേവിയും ശാന്തയായി, വിവാഹത്തിന് സമ്മതയായി. മഹാശിവരാത്രിയുടെ പവിത്ര ദിവസം ഭഗവാൻ ശിവനും ദേവി പാർവതിയും അവരുടെ വിവാഹം നടന്നു. വിവാഹത്തിൽ എല്ലാ ദൈവങ്ങൾ, ഋഷികൾ, മുനികൾ, മറ്റു ഗണങ്ങൾ എല്ലാവരും പങ്കെടുത്തു. മഹാശിവരാത്രിയുടെ ഉത്സവം ശിവനും പാർവതിയുടെയും ഈ വിവാഹ ദിവസം ഓർമ്മിക്കാനാണ് ആഘോഷിക്കുന്നത്. ഈ ദിവസം ഭക്തജനങ്ങൾ ശിവരാത്രിയുടെ വ്രതം അനുഷ്ഠിക്കുന്നു, രാത്രി മുഴുവനും ഉറക്കൊഴിക്കുന്നു, പരമശിവന്റെ ജലാഭിഷേകം, പൂജ ഇവ ചെയ്യുന്നു. ഈ ദിവസം ശിവപാർവതിമാരുടെ വിവാഹത്തിന്റെ ഓർമ്മയിലൂടെ നമ്മൾ അവരുടെ ആശീർവാദം കാംക്ഷിക്കുന്നു. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രണയത്തിന്റെയും ഭക്തിയുടെയും ശക്തിയെപ്പറ്റിയാണ്. പാർവതിയുടെ നിഷ്ഠയും ഭക്തിയും അവർക്ക് മഹാദേവന്റെ പ്രണയം നേടുന്നതിന് സഹായകമായി. അവരുടെ ഏകോപനം സമസ്ത ബ്രഹ്മാണ്ടത്തിനും ഐശ്വര്യകരമായ ഒരു സംഭവമായി തീർന്നു. അപ്പോൾ ഭക്തജനങ്ങളെ, ഇത് ശിവരാത്രിയുടെ ഏകോപനത്തിൻ്റെ കഥ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സുഹൃത്തുക്കളും കുടുംബത്തിനും പങ്കുവയ്ക്കുക.